ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം ആളുകൾക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 4-5 സവാളയൊക്കെ എടുക്കാം. സവാള കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു റെസിപ്പിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ സവാള ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ സവാളയൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. സവാള ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിക്കനിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കൂടുതൽ സമയം വെക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെടുത്ത് വെക്കാം. 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാതെ ഇങ്ങനെ വെക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു റെസിപ്പിയിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ ഉപ്പും എരിവൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. എരിവ് ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ റെസിപ്പിയിലേക്ക് ചിക്കൻ ചുക്കയിലേക്ക് സാധാരണ തക്കാളി ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ. തക്കാളിയുടെ ഒരു പുളി രസം ഇതിലേക്ക് ആവശ്യമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് വരട്ടെ. അങ്ങനെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്